നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. ഇതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു. തലപ്പാറ വലിയ പറമ്പിലാണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയത്. ഓവുപാലം താഴുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ തലപ്പാറയ്ക്കും കൊളപ്പുറത്തിനുമിടയിൽ വി.കെ. വലിയ പറമ്പിലാണ് സംഭവമുണ്ടായത്. ദേശീയപാത 6 വരിയാക്കുന്നതിന്റെ ഭാഗമായി മണ്ണിട്ടുയർത്തിയ ഭാഗത്തെ ഭിത്തിയിലെ കട്ടകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ഇവിടെ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള ഓവുപാലം അപകടകരമായ രീതിയിൽ താഴ്ന്നിട്ടുമുണ്ട്. ഇതോടെ ദേശീയപാതയിൽ സുരക്ഷാ ഭീഷണി ഉയർന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു. നേരത്തെ ദേശീയപാത തകർന്നു വീണ കൂരിയാട് നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയ ഭാഗം. നിരോധനം മറികടന്നു. എം മണിയുടെ സഹോദരന്റെ ഹൈറേഞ്ച് സിപ്പ് ലൈൻ നടത്തിപ്പുകാർക്കെതിരെ കേസ്. ഇടുക്കി ഇരട്ടുകാനത്തെ ഹൈറേഞ്ച് സിപ്പ് ലൈൻ നടത്തിപ്പുകാർക്കെതിരെ കേസെടുത്ത് പോലീസ്. മഴയെ തുടർന്ന് ജില്ലാ കളക്ടർ ഏർപ്പെടുത്തിയ നിരോധനം മറികടന്ന് പ്രവർത്തിച്ചതിനാണ് അടിമാലി പോലീസ് കേസെടുത്തത്. മണി MLA സഹോദരൻ MM ലംബോദരനാണ് സിപ്പ് ലൈൻ നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലംഘിച്ചതിനും ഉത്തരവ് ലംഘിക്കാൻ പ്രേരിപ്പിച്ചതിനും കേസെടുത്തു. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ദിവസം ശക്തമായ കാറ്റും മഴയും പെയ്യുമെന്ന മുന്നറിയിപ്പിനിടെ കളക്ടറുടെ ഉത്തരവിന് വിരുദ്ധമായി സിപ്പ് ലൈൻ പ്രവർത്തിച്ചുവെന്നാണ് FIRൽ പറയുന്നത്. ഹൈറേഞ്ച് സിപ്പ് ലൈൻ പ്രൊജക്ട് ഇരട്ടുകാനം എന്ന പേരിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശബരിമല വനമേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം. ആയുധധാരികളായ സംഘമാണ് പതിവായി വനമേഖലയെത്തുന്നതാണ് നാട്ടുകാർ. തമിഴ്നാട്ടിൽ നിന്നും മൃഗവേട്ട ലക്ഷ്യമിട്ടെത്തിയവരാണെന്നും സൂചനയുണ്ട്. അജ്ഞാത സംഘം എത്തിയതോടെ ശബരിമലയിലെ വനാതിർത്തികളിലെ വീടുകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങളുടെ മോഷണം പതിവായി. പാകം ചെയ്ത ഭക്ഷണം, അരി, നിത്യോപയോഗ വസ്തുക്കൾ എന്നിവയാണ് വീടുകളിൽ നിന്നും പതിവായി മോഷണം പോകുന്നത്. വന്യമൃഗങ്ങളെ വേട്ടയാടാനെത്തിയ നായാട്ട് സംഘമാണോ എന്നും സംശയിക്കുന്നുണ്ട്. ആങ്ങാമൂഴി, വാലൂപ്പാറ, കൊച്ചുകോയിക്കൽ, ഗുരുനാഥൻ മണ്ണ് എന്നിവിടങ്ങളിൽ മോഷണം നടന്നു. സംഭവത്തിൽ പോലീസും വനംവകുപ്പും നടപടി സ്വീകരിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇന്ത്യ സഖ്യത്തിൽ ഇനിയില്ല. മുന്നണി വിടാൻ ആപ്പ്. ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. സഖ്യവുമായി ഇനി സഹകരിക്കില്ലെന്നും ആപ്പ്. സഖ്യം രൂപീകരിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണെന്ന് നേതൃത്വം വ്യക്തമാക്കി. ബീഹാർ അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആപ്പ് അറിയിച്ചു. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന മറ്റു പാർട്ടികളുടെ നിലപാടിനൊപ്പം ആപ്പ് നിന്നില്ല. ആവശ്യം പ്രത്യേകം കേന്ദ്ര സർക്കാരിനെ അറിയിച്ച് നേതൃത്വം. സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ച. കണ്ണാശുപത്രിയുടെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടതു കണ്ണിന് നൽകേണ്ട ചികിത്സ വലതു കണ്ണിന് മാറി നൽകി. സംഭവത്തിൽ തിരുവനന്തപുരം സർക്കാർ ആശുപത്രിയുടെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടതു കണ്ണിന് എടുക്കേണ്ട കുത്തിവയ്പ് വലത് കണ്ണിന് എടുക്കുകയായിരുന്നു. കണ്ണിലെ നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവയ്പ്പാണ് മാറി വലത് കണ്ണിന് നൽകിയത്. ഭീമപ്പള്ളി സ്വദേശിനിയായ 59-കാരിക്കാണ് ചികിത്സ മാറി നൽകിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ട്. ഇടത് കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലുള്ളതിനാലാണ് ചികിത്സ തേടിയത്. തുടർന്ന് 3-ാം തീയതിക്ക് മുമ്പ് കുത്തിവയ്പ് എടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2-ാം തീയതി ആശുപത്രിയിൽ എത്തുകയായിരുന്നുവെന്ന് 59-കാരുടെ മകൻ പറഞ്ഞു. മരുന്നെത്തിയ ശേഷം നീർക്കെട്ടുള്ള ഇടത് കണ്ണിന് കുത്തിവയ്പ് എടുക്കേണ്ടതിന് പകരം ഡോക്ടർ വലത് കണ്ണിന് കുത്തിവയ്പ് എടുക്കുകയായിരുന്നു. ചികിത്സയിൽ വീഴ്ചയുണ്ടായ സംഭവത്തിൽ കുടുംബത്തിന്റെ പരാതിയിലാണ് ഡോക്ടർക്കെതിരെ നടപടിയെടുത്തത്. RCB വിക്ടറി പരേഡിനിടെ 10 മരണം, 50 പേർക്ക് പരിക്ക്. IPL കന്നിക്കിരീടം ചൂടിയ റോയൽ ചലഞ്ചേഴ്സ് ടീം ബംഗളൂരുവിലെത്തി. RCBയുടെ വിക്ടറി പരേഡിനിടെ തിക്കും തിരക്കും. 10 പേർ മരിച്ചു, 50 പേർക്ക് പരിക്ക്. 6 പേരുടെ നില ഗുരുതരം. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കവെയാണ് തിക്കും തിരക്കും ഉണ്ടായത്. മരിച്ചവരിൽ 6 വയസ്സുള്ള പെൺകുട്ടിയും ഉൾപ്പെടുന്നു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വിമാനത്താവളത്തിൽ കോഹ്ലി അടക്കമുള്ള ടീമിനെ സ്വീകരിച്ചു. ഔദ്യോഗിക വാഹനത്തിൽ പതാകയും ഏന്തിയുമാണ് ടീമിനെ സ്വീകരിക്കാനായി DK ശിവകുമാർ എത്തിയത്. ബംഗളൂരുവിൽ RCB ടീം വിക്ടറി പരേഡ് നടത്തും. ഇതേ തുടർന്ന് വിധാൻ സൗദയ്ക്ക് മുന്നിൽ കസ്തൂർബ റോഡ് വരെ ഗതാഗതം നിരോധിച്ചു. ഷഹബാസ് വധക്കേസ്. പ്രതികളായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ആവശ്യമായ സൗകര്യമൊരുക്കണമെന്ന് നിർദ്ദേശം. കൊലക്കുറ്റം ചുമത്തിയ 6 പ്രതികളെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിനാണ് നിർദ്ദേശം. പ്രതികളായ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇടപെടൽ. പ്രതികളായ വിദ്യാർത്ഥികൾക്കുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ താമരശ്ശേരി പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. 11-ാം ക്ലാസ്സിലേക്ക് പ്രവേശനത്തിന് അനുമതി തേടിയാണ് പ്രതികളായ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചത്. തൃശൂർ പടിയൂരിൽ വീടിനുള്ളിൽ അമ്മയും മകളും മരിച്ച നിലയിൽ കണ്ടെത്തി. കാറളം വെള്ളാനി സ്വദേശി കൈതവളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി, മകൾ രേഖ എന്നിവരെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ബുധനാഴ്ച പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വന്നതിനെ തുടർന്ന് അയൽവാസികളാണ് മണിയുടെ മറ്റൊരു മകളെ വിവരം അറിയിച്ചത്.
ഇവർ വന്ന് വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പോഴാണ് അമ്മയും മകളും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി മരിച്ചു കിടക്കുന്നത് കണ്ടത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. വീടിനുള്ളിൽ സാധനങ്ങൾ അലങ്കോലമായ നിലയിലായിരുന്നു. മകൾ രേഖയുടെ രണ്ടാമത്തെ ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാർ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇയാളെ ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി സഹോദരി പറഞ്ഞു. ആലപ്പുഴയിലെ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. അസ്വാഭാവിക മരണത്തിന് കേസ്. ആലപ്പുഴ കാവാലം സ്വദേശിയായ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. മർദ്ദനമേറ്റതാണ് മരണകാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അമ്മയുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. തലയ്ക്കുള്ളിൽ അണുബാധയേറ്റാണ് കാവാലം കുന്നമ്മ സ്വദേശി സുരേഷ് കുമാർ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ചികിത്സയിലിരിക്കെ 30-കാരൻ തിങ്കളാഴ്ച രാത്രിയാണ് മരിച്ചത്. പരിശോധനയിൽ തലയോട്ടിക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തിയിരുന്നു. ഇത് അപകടത്തിൽ പരിക്കേറ്റതാണെന്നായിരുന്നു സുരേഷ് വീട്ടുകാരോടും ഡോക്ടർമാരോടും പറഞ്ഞത്. എന്നാൽ പ്രദേശവാസികളായ 4 പേർ ചേർന്ന് മർദ്ദിച്ചതായി സുരേഷ് പറഞ്ഞതായി സുഹൃത്തുക്കൾ ബന്ധുക്കളെ അറിയിച്ചു. സുരേഷിന്റെ അമ്മ നൽകിയ പരാതിയിൽ പുളുങ്കുന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അൻവറുമായി ഇനി ചർച്ചയില്ല. നിലമ്പൂരിൽ കാര്യങ്ങൾ ജോറെന്ന് സുധാകരൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് കേരള കൺവീനർ PV അൻവറുമായി ഇനിയൊരു ചർച്ചയില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. നിലമ്പൂരിൽ കാര്യങ്ങൾ ജോറാണ്. ഇത്രയും സ്പിരിറ്റ് ഉൾക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്നും K സുധാകരൻ പ്രതികരിച്ചു. കുഴിയിൽ നിന്ന് മയ്യത്തെടുക്കാനില്ല. നേരത്തെ അൻവർ ഒരു ഘടകമായിരുന്നു. അൻവറിനോട് ഇപ്പോഴും സ്നേഹമാണ്. നേതൃത്വത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ നിൽക്കാൻ കഴിയില്ലെന്ന് അൻവർ മനസ്സിലാക്കണമെന്നും K സുധാകരൻ പറഞ്ഞു.